RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലാ ലീഗിലെ ടൈറ്റിൽ കോമ്പറ്റീഷൻ കട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവസാന മത്സരത്തിൽ ബാഴ്സലോണയ്ക്ക് ഞെട്ടിക്കുന്ന പരാജയത്തോട് കൂടിയിട്ട് റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം ഒന്നാക്കിയിട്ട് ചുരുക്കാൻ പറ്റിയിരിക്കുകയാണ്. 20 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ബാഴ്സലോണയ്ക്ക് 49 പോയിന്റും റയൽ മാഡ്രിഡിന് 48 പോയിന്റുമാണ് ഉള്ളത്. അവസാനത്തെ മത്സരത്തിൽ റയൽ സോസിഡാഡിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ ബാഴ്സലോണ 2-1 പരാജയപ്പെട്ടത്. കിടിലം മത്സരമായിരുന്നു എന്ന് പറയാം. പക്ഷേ ഭാഗ്യം എന്ന് പറയുന്ന സാധനം ബാഴ്സലോണന്റെ അയലത്തൂടെ പോയിട്ടുണ്ടായിരുന്നില്ല. ബാഴ്സലോണയുടെ ഈ ഞെട്ടിക്കുന്ന തോൽവിയോട് ഇട്ടിട്ട് അവസാനം നടന്ന റയൽ മാഡ്രിഡ് വിസ് 11 മത്സരത്തിൽ 2-0 റയൽ മാഡ്രിഡ് വിജയിച്ചിട്ടാണ് അവർ 48 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്ത് ഇങ്ങനെ തൊട്ടുപുറകില്. ഒരിക്കലും ലാ ലീഗ് ബാഴ്സലോണയ്ക്ക് വിട്ടുകൊടുക്കില്ല. ഈ സീസണിൽ കോപ്പ ഡെൽ റേ പോയി, സൂപ്പർ എസ്പാനിയോട് പോയി, രണ്ടിന്നും പുറത്തായിരിക്കും റയൽ മാഡ്രിഡ്. അപ്പൊ റയൽ മാഡ്രിഡിന്റെ അഭിമാന പോരാട്ടമാണ് ഈ ലാ ലീഗിലേക്കുള്ള ടൈറ്റിലേക്കുള്ളത്. ഇനിയുള്ളത് ചാമ്പ്യൻസ് ലീഗ് മാത്രമാണ്. ചാമ്പ്യൻസ് ലീഗ് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ ചാമ്പ്യൻസ് ലീഗ് ഓഫ് കിങ് ഓഫ് ചാമ്പ്യൻ ലീഗ് ആണ് റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ അവർ പോരാടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ലാ ലീഗ ടൈറ്റിൽ കഴിഞ്ഞ സീസണിലും ബാഴ്സലോണയെ കൊണ്ടത്. അപ്പോൾ ഈ സീസണിൽ ഒരു കാരണവശാലും ബാഴ്സലോണയ്ക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ക്ലബിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്, ഇനി ഉള്ള തോൽവികൾക്കൊന്നും കോച്ച് ഉത്തരവാദിയല്ല. കോച്ചിന്റെ മേലെയുള്ള പഴിചാരെല്ലാം സാവി ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പൊ ഇനി ആ കോച്ചിന്റെ മേലെ പഴിചാരിയിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട. ഇനി എന്ത് ഉത്തരവാദിത്തമാണെങ്കിലും അത് നിങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന്. പക്ഷെ ഗംഭീര ഒരു കളിയാണ്, പെർഫോമൻസ് ആണ് എടുത്തു വെച്ചത്. 2 ഗോളിൽ ഒതുങ്ങിയത് ലെവന്റയുടെ ആ ഗോൾ കീപ്പറിന്റെ കഴിവുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ചുരുങ്ങി ഒരു 4 ഗോൾ അടിക്കുന്ന ചാൻസ് ഉണ്ടായത്. പെനാൽറ്റിയിലൂടെ എംബാപ്പയാണ് ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. 2ാമത്തെ ഗോള് അസെൻസിയോ ആണ്. 2ാമത്തെ ഗോൾ ഒരു സുന്ദരമായ ഹെഡറിലൂടെ ഡിഫൻഡറായ റൗൾ അസെൻസിയോ ആണ് റയൽ മാഡ്രിഡിന് വേണ്ടി ഗോൾ അടിക്കുന്നത്. ലെവന്റെ ലീഗിൽ 19ാം സ്ഥാനത്ത് റെലഗേഷൻ സോണിലാണ് ഇരിക്കുന്നത്. അവർക്ക് 14 പോയിന്റ് ആണ് ഇപ്പോൾ ഉള്ളത് നിലവില്. അപ്പൊ അവരോടുകൂടി 2-0 വിജയിച്ചപ്പോ ഗംഭീര ഒരു തിരിച്ചുവരവാണ്. എന്താന്ന് പറഞ്ഞാൽ പുതിയ കോച്ചിന്റെ കീഴിൽ 2ാമത്തെ മത്സരം, ആദ്യ മത്സരം കോപ്പ ഡെൽ റേയിൽ ഞെട്ടിക്കുന്ന തോൽവിയിൽ റയൽ മാഡ്രിഡ് പുറത്തായിട്ടാണ് ലാ ലീഗിൽ വരുന്നത്. ലാ ലീഗിൽ 20 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 2ാം സ്ഥാനത്താണ് ഉള്ളത്. അപ്പൊ എന്തായാലും റയലിന്റെ ഈ പോക്ക് പോവുകയാണെങ്കിൽ ബാഴ്സയ്ക്ക് എപ്പോഴും ഒരു പണിയായിട്ട് തൊട്ടുപുറകിൽ തന്നെ. കളിയിൽ ഒരുപാട് ഷോട്ടുകൾ ലെവന്റയുടെ ഗോൾ കീപ്പർ തടുത്തിട്ടുണ്ട്. അത് ബെല്ലിംഗ്ഹാമിന്റെ ഷോട്ടുകളുണ്ട്, അതേപോലെ എംബാപ്പയുടെ ഷോട്ടുകൾ, അതേപോലെ ആർദുഗുലറാണ് മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിരിക്കുന്നത്. കിഡിലൻ പെർഫോമൻസ് ചങ്ങാടെ. അപ്പോ ഒരു കാര്യത്തിൽ ഭയങ്കര നിരാശയാണ്. റയൽ മാഡ്രിഡ് ആരാധകരോട് അധികൃതർ പറഞ്ഞ കാര്യം എന്താ പറഞ്ഞാൽ, ഇനി ഗ്രൗണ്ടിൽ വന്ന് പൂക്കുകയാണെങ്കിൽ അതിനിപ്പോ സീസൺ ടിക്കറ്റ് എടുത്ത് VIP ടിക്കറ്റ് എടുത്തിട്ടുള്ളവരാണെങ്കിലും അവർക്ക് ആ റീഫണ്ട് പൈസ കൊടുത്തിട്ട് അവരെ സ്റ്റേഡിയത്തിൽ കയറ്റില്ല എന്ന് പറഞ്ഞിരിക്കും. ഇനി ഞങ്ങളുടെ താരങ്ങൾക്കെതിരെ കൂക്കിക്കഴിഞ്ഞാൽ അതൊരു നല്ല നിലപാടൊക്കെ തന്നെയാണ് ക്ലബ്ബ് എടുക്കുന്നത്. പക്ഷേ താരങ്ങൾ ഇമാതിരി കോപ്രായങ്ങൾ കാണിച്ചാലോ? ഒരു ക്ലബിൽ മാനേജറെക്കാളും വലുതാണ് താരങ്ങൾ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇതിനെതിരെ പ്രതികരിക്കേണ്ടി വരും. ആര്? അവരുടെ ഫാൻസ്. അതിൽ യാതൊരു സംശയമൊന്നുമില്ല. അതിനിപ്പോ ക്ലബ്ബ് അധികൃതർ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയുള്ള നിലപാടുകളൊക്കെ എടുക്കുകയാണെങ്കിൽ, അതായത് പറഞ്ഞ അവസാനം നടന്ന മത്സരത്തിൽ വിനിക്കെതിരെ കൂക്കലുണ്ടായിരുന്നു. എന്താ പറയുക, വിനി ഈ സീസണിൽ അമ്മാതിരി പെർഫോമൻസ് ആണ്. തൊള്ള മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ സീസണിൽ മിന്നും ഫോമിലായിരുന്നു കളിച്ചിരുന്നത്. അതിന്റെ 7 ആയിരത്തി പോലും പ്രാവശ്യം വിനി എടുക്കുന്നില്ല. അവസാന മത്സരത്തിൽ എൽ ക്ലാസിക്കോ ഒരു ഗോൾ അടിച്ചു എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ വിനിയുടെ ആ ഒരു പ്രതാപകാലം എന്ന് പറഞ്ഞാൽ ആ ഒരു സീസണിൽ അതിന്റെ ഒന്നും ഭാഗമല്ല. ഒരു 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 എന്താ പറയാ, 10% പോലും എടുത്തിട്ടില്ല. ഈ സീസൺ 5-6 ഗോളുകളെ സ്കോർ ചെയ്തുള്ളൂ വിനി. അപ്പോ അത് ഫാൻസുകാരെ കുറ്റപ്പെട്ടുകാരല്ല. ഫാൻസുകാർ ഈ അതിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും റയൽ ഫാൻസ് എന്തായാലും ഹാപ്പിയാണ്. ഈ അവസാനത്തെ മത്സരത്തിൽ ലെവന്റോടെ 2-0 വിജയിച്ചതും ബാഴ്സലോണയുടെ തോൽവിയോടുകൂടി റയൽ ഫാൻസ് ഹാപ്പിയാന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ലാ ലീഗ് എടുക്കാനുള്ള സുവർണ്ണ അവസരമാണ്. എന്താ പറഞ്ഞാൽ ഇതുവരെ 4 പോയിന്റ് ഗ്യാപ്പ് ആക്കാനുള്ള ബാഴ്സയ്ക്കുള്ള അവസരമാണ് ബാഴ്സ ഇന്നലെ റയൽ സോസിഡാഡായിട്ടുള്ള മത്സരത്തിൽ കളഞ്ഞു കുടിച്ചത്. കാരണം എന്താന്ന് പറഞ്ഞാല് റയൽ സോസിഡാഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബാഴ്സയ്ക്ക് ഒരു പോയിന്റ് സപ്പോർട്ടാണ് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ. അതൊക്കെ മാറി. ഒരു കാലത്ത് അവരുടെ ഗ്രൗണ്ടിൽ പോയി കളിക്കുക എന്ന് പറയുന്നത് തന്നെ ബാഴ്സ കളിക്ക് മുമ്പേ പരാജയപ്പെട്ടുണ്ടാവും. അതിലൊന്നില്ലെങ്കിൽ സമനില തോൽവി തന്നെ ആയിരിക്കും വഴങ്ങാറുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്തൊക്കെ റയൽ സോസിഡാഡിനെയൊക്കെ സിമ്പിൾ പോലെ അടിക്കുന്ന കളിയായിരുന്നു. പക്ഷെ ഇന്നലെ ബാഴ്സലോണയുടെ ഒരു ഗംഭീര കളിയായിരുന്നു. കളിയൊന്നും ഇല്ലെന്ന് പറയുന്നില്ല, ഗംഭീര കളിയാ. അവരുടെ ഗോൾ കീപ്പറായ റമരോ, ഈ ചങ്ങായി എന്താണ് ഗോൾ കീപ്പ് ചെയ്ത് 8 സേവുകൾ നടത്തിയിരിക്കുന്നത്. പിന്നെ പോസ്റ്റ് ഒരു 5 പോസ്റ്റിലേക്ക്. പിന്നെ പറയണോ? പിന്നെ റഫറിയുടെ കാര്യങ്ങളും ലെമാലിന്റെ ഗോൾ ഓഫ് സൈഡ് കാര്യങ്ങളൊക്കെ പറയാം. അതൊക്കെ കളിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അത് ഓരോ റഫറിമാര് ഓരോ കളി വരുന്ന സമയത്ത് അവരുടേതായ ഡിസിഷൻ എടുക്കലുണ്ട്. ഇന്നലെ മൊറോക്കന്റെ ഇവരുടെയും കളി കണ്ടില്ലേ? പെനാൽറ്റി വിധിച്ചു. പെനാൽറ്റി ആണ് ചോദിച്ചാൽ അത് പെനാൽറ്റിയാണ്. കുറെ പേരുടെ കണ്ണിൽ അത് പെനാൽറ്റി അല്ല. അവസാനം പെനാൽറ്റി വിധിച്ചു. പെനാൽറ്റി എടുക്കാൻ വിസമ്മതിച്ച് ഇവരുടെ സെനഗലിന്റെ പ്ലേയേഴ്സ് എല്ലാവരും കയറി പോകണം. അപ്പോഴാണ് സാദിയോ മാനെ എന്ന് പറയുന്ന ക്യാപ്റ്റൻ
ചങ്ങായി എല്ലാവരും ഗ്രൗണ്ടിൽ വിളിക്കുന്നത് എന്തായാലും കളി മുഴുമിക്കണം. ഇതൊരു ഫുട്ബോൾ മത്സരമാണ്, ലോകം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ്. അപ്പോൾ കളി മുഴുമിക്കണം എന്ന് പറഞ്ഞാൽ ആൾ ഗ്രൗണ്ടിൽ വരുന്നു. ഇബ്രാഹിം ഡിയാസ് ഗോൾ പെനാൽറ്റി കിക്ക് എടുക്കുന്നു, അത് മെൻഡി സേവ് ചെയ്തിടുകയാണ്. അങ്ങനെ 94-ാം മിനിറ്റിൽ സെനഗൽ ലീഡ് ചെയ്യാണ്. അങ്ങനെ ആഫ്രിക്കൻ കപ്പ് ഓഫ് നാഷനിൽ, ആഫ്രിക്കയുടെ ലോകകപ്പിൽ അവർ മുത്തോടാണ്. അതൊക്കെ സുന്ദരമായ കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയിൽ ടവൽ വിഷയമൊക്കെ ഭയങ്കരമായിട്ട് നടന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവര് മൊറോക്കന്റെ ഈ ഗ്രൗണ്ട് സ്റ്റാഫുകൾ അതേപോലെ ബോൾ ബോയ്സ് ഒക്കെ മെൻഡിയുടെ ടവല് എന്താ പറയുക മഴ പെയ്തുകൊണ്ടിരിക്കണം, അപ്പോൾ ഗ്ലൗ തുടയ്ക്കണം. എന്താ പറഞ്ഞാൽ ഇത് സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടി ഗ്ലൗ തുടയ്ക്കണം. ഇതൊക്കെ എടുത്ത് കളയണം. അതിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്താ പറഞ്ഞാൽ ഈ ഗ്രൗണ്ട് സ്റ്റാഫും ബോൾ ബോയ്സ് ഒക്കെ ചെയ്യുന്ന കാര്യമൊക്കെ ഹക്കീമി മൊറോക്കോയുടെ ക്യാപ്റ്റൻ ആവേണ്ട ഒരു എലമെന്റ് ആണ്. ചങ്ങ അത്രയും വാല്യൂ ഉള്ള ഒരു പ്ലെയർ ആണ്. PSGക്ക് വേണ്ടിയിട്ട് ഒരുപാട് കിരീടങ്ങൾ ആ ചങ്ങയുടെ ഭാഗത്തു നിന്ന് നടക്കും ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായെന്ന് പറയുമ്പോൾ അത്രമാത്രം ആ പ്രസ്റ്റേഷനാണ് അവരുടെ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നൈജീരിയയുടെ ഗോൾ കീപ്പറാണ് തോന്നുന്നുണ്ട്, ആള് പറഞ്ഞിട്ടുണ്ട്, ആൾ കളിക്കും ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. മൊറോക്കോയുടെ സെമിഫൈനലിലാണ് തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ള അനുഭവം. ആ ഗോൾ കീപ്പർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ടവല് കൊണ്ട് മൊറോക്കോ അവരുടെ കണ്ണീര് തുടക്കട്ടെ. അത് എക്സാക്ട്ലി ചെയ്തതിനുള്ള കർമ്മ അത് കിട്ടിയതാണ് അവർക്ക്, വേറൊന്നല്ല. അല്ലെങ്കിൽ 98-ാം മിനിറ്റിൽ കിട്ടുന്ന പെനാൽറ്റി അടിച്ച് ഗോളാക്കി കഴിഞ്ഞാൽ തീർന്നു കളി. മൊറോക്കോയുടെ 50 വർഷം കാത്തിരിപ്പിനുള്ള ആ ഒരു കപ്പാണ്, സ്വർണ്ണ കപ്പ് അവർക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ ഇബ്രാഹിം ഡിയാസിന് ആ സമയത്ത് ആ ഒരു പനങ്ക കിക്ക് എടുക്കാനും മെൻഡി ആ ഒരു പൊസിഷനിൽ നിൽക്കാനുള്ള ഒക്കെ ഒരു നിമിത്തം എന്ന് പറയാം. കളികളിൽ ചില റഫറിമാർക്ക് ചില തീരുമാനങ്ങളുണ്ട്. അതെന്താണ്, അവർക്ക് അവരുടേതായ ഒരു അജണ്ട ഉണ്ടാവും. ഇന്ന ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ടീമിന് അതൊക്കെ ഉള്ളതാണ്. അത് നമ്മൾ ലാ ലീഗിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും സ്പാനിഷ് ലീഗിലും അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലൊക്കെ കാണുന്നതാണ്. നമ്മളിപ്പോൾ എത്ര തന്നെ ആയിക്കോട്ടെ, നമ്മളൊരു റഫറി ആയിക്കോട്ടെ, ഒരു പ്രസിഡന്റ് ആയിക്കോട്ടെ, ആരാണെങ്കിൽ നമുക്കൊരു ടീം ഫേവർ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ചെറിയ തെറ്റുപറ്റുകളൊക്കെ ഉണ്ടാവും. വാറൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ്. ബാഴ്സയിലൂടെ 5 ഗോളുകളാണ് ഡിസ്ക്വാളിഫൈ ആകുന്നത്. അത് വാർ ചെക്ക് ചെയ്തിട്ടും അല്ലാതെ ഓഫ് സൈഡും ആ കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ഭയങ്കര നാടകീയതകളുണ്ട്. അതിലോട്ടൊന്നും കൂടുതലായിട്ട് വരുന്നത്. എന്നാലും നമുക്ക് പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫെർമിൻ ലോപ്പസ് അടിക്കുന്ന ഒരു കിഡിലൻ ഗോളുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഓൽമോയുടെ ഒരു ഫൗളുണ്ട്. ആ ഒരു ഫൗള് വാറിന് കൊടുത്തിട്ട് ആ ഗോള് ഡിസ്ക്വാളിഫൈ ചെയ്യാണ്. അതിന് തൊട്ട് റയൽ സൊസൈഡാഡ് അടിക്കുന്ന ഗോളിന് മുമ്പ് തന്നെ ഫെർമിൻ ലോപ്പസിനെ ഫൗൾ ചെയ്തിട്ടാണ് ആ ബോൾ, ഫെർമിൻ ലോപ്പസിന് ഓൽമയാണ് ഫൗൾ ചെയ്തിട്ടാണ് ആ ബോൾ കൊണ്ട് ഗോൾ അടിക്കുന്നത്. പക്ഷെ അതൊന്നും വാർ ചെക്ക് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതേപോലെ മില്ലിമീറ്ററിന്റെ കണക്ക് ഓഫ് സൈഡ്, യമാൽ അടിക്കുന്ന ഗോൾ ആ മില്ലിമീറ്ററിന്റെ കണക്ക് കാണിക്കുന്നുണ്ട്. ആ മില്ലിമീറ്ററിന്റെ കണക്ക് തന്നെയാണ്. അത് വാർ ചെക്ക് ചെയ്യാൻ സമയത്ത് എത്ര കൊണ്ട് കാണാൻ പറ്റുന്നതല്ലല്ലോ. അത് വാർ ചെക്ക് ചെയ്ത് ഡിസിഷൻ എടുക്കുക. അത് ചിലപ്പോൾ അതിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ കുറെ പേര് അതിനെ ന്യായീകരിക്കുന്നുണ്ട്. അതൊന്നും വിഷയമല്ല. അങ്ങനെ ഇന്നലെ റൊമേരോയും അതേപോലെ ഗോൾ കീപ്പറും റഫറിയും കൂടെ നിന്നപ്പോ ബാക്കിയില്ലാതെ ബാഴ്സലോണ പരാജയപ്പെട്ടു. കളിച്ചില്ല എന്ന് പറഞ്ഞില്ല, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. യമാലിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും അതേപോലെ ഫെർമിൻ ലോപ്പസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പെഡ്രിയുടെ ബസ്സിനൊന്നും പറയാനില്ല. പക്ഷെ പെഡ്രി ശരിക്കും റയൽ ഹൗസിലാണ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ ഫൗൾ, ആൾക്ക് എതിരെ ഫൗൾ ചെയ്ത ഒരു അടിപൊളി ടാക്കിളും ഫൗളും ചെയ്തിട്ടാണ് പെഡ്രിയുടെയും ഒരു ബെസ്റ്റ് ഗെയിം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ പെഡ്രിനെ ശരിക്കും അവർ പൂട്ടിയിട്ടുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ പെഡ്രിനെ പൂട്ടിക്കഴിഞ്ഞാൽ തന്നെ പകുതി കളി അവർ ജയിച്ചു എന്നുള്ള കാര്യം അവർക്ക് അറിയാൻ പറ്റും. അതിന്റെ ഫലമായിട്ട് തന്നെ റയൽ സൊസൈഡാഡിന്റെ സോളാർ എന്ന് പറയുന്ന ഒരു പ്ലെയർക്ക് റെഡ് കാർഡ് കിട്ടുന്നു. അമ്മാതിരി ഫൗളാണ് പെഡ്രി ആ കാലിൽ ഫൗൾ ചെയ്യുന്ന സാധനം. അപ്പൊ അതോടുകൂടി റഫറി വാറിനെ വിളിക്കുന്നു, യെല്ലോ കാർഡ് റെഡ് കാർഡ് ആയിട്ട് മാറുന്നു. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്ന സമയം. പിന്നെ ഒരുപാട് അറ്റംപ്റ്റുകൾ ഇതിൽ നമ്മൾ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബാഴ്സലോണ ഒരുപാട് യമാലിന്റെ ഒക്കെ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് തന്നെയായിരുന്നു. പക്ഷെ യമാലിന് ആ ഒരു അസിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിന് ഗോളാക്കി മാറ്റാൻ ഓൽമോയ്ക്കും അതുപോലെ ഫെറാൻ ടോർസിനൊന്നും കഴിഞ്ഞില്ല എന്നാണ് ഫസ്റ്റ് ഹാഫിൽ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഓൽമോനെയും ഫെർമിനെയും ഒരേ ടൈമിൽ ഇറക്കണ്ടായിരുന്നു എന്നുള്ള കാര്യം ഫസ്റ്റ് ലെവൽ. എന്താ പറഞ്ഞാൽ ഓൽമോയുടെ കളി എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ മാക്സിമം. അത് സെക്കൻഡ് ഹാഫിൽ ഇറക്കിയാൽ മതി. അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഇറക്കി കഴിഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എത്ര കിടിലൻ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ 2 ചങ്ങായിമാർക്കും കിട്ടിയതെന്നല്ലേ. ചുരുങ്ങിയത് ഫസ്റ്റ് ഹാഫിൽ തന്നെ 2-3 ഗോൾ അടിക്കേണ്ട ചാൻസുകളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 5 ചാൻസ് കിട്ടി അതിൽ ഒരെണ്ണം ഗോളാക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള അവസരങ്ങളാണെങ്കിൽ ഇന്നലത്തെ പോലുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കും. എന്നാൽ അത്ര അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. യമാല് മാത്രം അത്ര അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഓൽമോയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഓൽമോയ്ക്ക് അത്രയും പണിയുള്ളൂ. ഒരു 30-40 മിനിറ്റ്. അപ്പൊ സെക്കൻഡ് ഹാഫിൽ ഇറക്കിയിട്ട് കളി തീർത്താൽ മതിയായിരുന്നു. ധോണിക്ക് കുറച്ചുകൂടെ അവസരങ്ങൾ കൊടുക്കണം. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നലത്തെ കളിയിൽ റഫീനി ഇല്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അൻസിഫ്ലിക്ക് ചെയ്യേണ്ട എന്തായിരുന്നു പറഞ്ഞാൽ നമ്പർ 10 പൊസിഷനിൽ യമാലിനെ കളിപ്പിച്ചിട്ട് റൈറ്റ് വിങ്ങിൽ നമ്മുടെ റൂണിനെ കളിപ്പിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ കളി കൺട്രോളിനും അതേപോലെ തന്നെ കുറച്ചുകൂടെ രസമായിട്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ ആധിപത്യം പുലർത്തിയിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. കിട്ടിയ അവസരങ്ങൾ റയൽ സൊസൈഡാഡ് മുതലാക്കി ബാഴ്സലോണ ഓഫ്ലൈൻ
ബീറ്റ് ചെയ്തിട്ടാണ് ഗോൾ സ്കോർ ചെയ്തത്. ഫസ്റ്റത്തെ ഗോളൊക്കെ ആ കുണ്ടയുടെ എമ്മാതിരി മിസ്റ്റേക്ക് ആണെന്നറിയോ. ആ സെറ്റ് പീസ് വരുന്ന സമയത്ത് ആ ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഡിഫൻഡറെ ഇത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഓക്കെ. അത് കഴിഞ്ഞിട്ട് ആ കിക്ക് വരുന്ന സമയത്ത് ഈ ചങ്ങായി ആ തടുക്കാൻ ശ്രമിച്ചിട്ട് ചിലപ്പോൾ ഗ്രാസിയ അത് സേവ് ചെയ്തിട്ടുണ്ടാവും. ഈ ചങ്ങായി കാല് വെക്കുകയും ചെയ്തു, എന്നാ വെച്ചില്ല എന്ന് പോലത്തെ ഒരു പരിപാടി ചെയ്ത്. അപ്പോൾ ഗ്രാസിയക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല, ഗോൾ ഫസ്റ്റ് ഗോളാവും. അതേപോലെ ജോൺ ഗ്രാസിന്റെയും ബെസ്റ്റ് പെർഫോമൻസ് ഇല്ല, ആളുടെ ഈ ഒരു ബാഴ്സലോണയിൽ വന്നിട്ടുള്ള ഏറ്റവും വേസ്റ്റ് പെർഫോമൻസ് ആണ് ഇന്നലെ കണ്ടത്. അത് ഒന്നാമത്തെ ഗോൾ ആയിക്കോട്ടെ, രണ്ടാമത്തെ ഗോൾ ആയിക്കോട്ടെ, മൂന്നാമത്തെ ഒരു ഗോൾ വീണ്ടാണ്. കുബാർസി എന്ന ചങ്ങായി ആ ഒരു ഡിഫൻഡ് ചെയ്ത് ഗോൾ ലൈൻ ക്ലിയറൻസ് ചെയ്തില്ലെങ്കിൽ അത് ഏറ്റവും വലിയ പിഴവായിരുന്നു. എന്താ പറഞ്ഞാല് ചില ഡിസിഷൻ ഒക്കെ ഇന്നലെ ഫുള്ള് തെറ്റായിരുന്നു ആളുടെ. അതേപോലെ ആ പൊസിഷനിങ് കാര്യങ്ങളൊക്കെ ഇന്നലെ എന്തൊക്കെയോ ആൾക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനാരിയോയിൽ എനിക്ക് പറയാനുള്ളത് ഇന്നലെ ഓൽമോയുടെ പെർഫോമൻസ്, അതേപോലെ കുണ്ടയുടെ പെർഫോമൻസ്, അതേപോലെ ഫെറാൻ ടോറസിന്റെ പെർഫോമൻസ്. ഫെറാൻ ടോറസ് ഒക്കെ എന്താ കാണിച്ചെന്ന് അറിയില്ല ഇന്നലെ. എത്ര സുന്ദര, ജസ്റ്റ് യമാലിന്റെ ബോളുകളൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തതിനുള്ളിൽ കയറുന്ന സാധനമാണ്. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ 70-ാം മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു ആ ഒരു ബാഴ്സലോണ സമനില ഗോളിന് വേണ്ടിയിട്ട്. പക്ഷെ സമനില ഗോൾ അടിച്ച് സെക്കൻഡുകൾക്കുള്ളിലാണ് റയൽ സൊസൈറ്റി വീണ്ടും തിരിച്ചു കൊണ്ടിരിക്കുന്നത്. അതും ഡിഫൻഡർമാരുടെ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. ജോൺ ഗ്രാസി ആ പറയുന്ന ഗോൾ കീപ്പർ അവിടെ ഇല്ല. ആള് ഒരു റീബൗണ്ട് തടുത്തിട്ട് റീബൗണ്ട് ബോൾ എടുക്കാൻ വേണ്ടി കയറി പോയിക്കുക. പോസ്റ്റിൽ ആരുമില്ല. ഡിഫൻഡർമാർ രണ്ടാൾ പോസ്റ്റിൽ നിൽക്കുന്നുണ്ട്. ഒരാളെങ്കിൽ അതിന്റെ സെന്ററിൽ വന്ന് രണ്ടാൾ ഒരേ പൊസിഷനിൽ നിൽക്കുക. ഒരാളെങ്കിൽ സെന്ററിൽ കയറുന്നതാണ് ഗോൾ ആവില്ല. അത്രയും ടൈമിംഗ് എടുത്ത ചങ്ങായി ആ ബോൾ ഉള്ളിലേക്ക് കയറ്റുന്നു. അത്രയും സ്ലോ ആയിട്ടുള്ള ഒരു ബോൾ കയറിയത്. അപ്പോ ഡിഫൻസിൽ ഹൻസി ഫ്ലിക്കിന് പണി അറിയുന്ന ആൾക്കാരെ കൊടുത്തില്ലെങ്കിൽ ബാഴ്സലോണ ഈ സീസണിലും ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പോകുന്നില്ല. ജനുവരി ട്രാൻസ്ഫർ ഏകദേശം കഴിയാനായി, ഇപ്പോഴും ഒരു സൈനികൾ നടന്നിട്ടില്ല. ഉണ്ടായിരുന്ന ഡ്രോ ക്ലബ്ബ് വിട്ടു പോണ്. ഒരു മിഡ്ഫീൽഡറാണ്, 18 വയസ്സായിട്ടുള്ളൂ. എന്താ പറഞ്ഞാൽ ബാഴ്സലോണയ്ക്കുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ചെറിയ പ്ലേയേഴ്സിനെ ഒരു 10, 16, 17 വയസ്സിലൊക്കെ ഭയങ്കര ഹൈപ്പാക്കിയിട്ട് ഭയങ്കരമായിട്ട് കൊണ്ടുവരും. എന്നൊരു ചെറിയ റിലീസ് കോസിന് അവർക്ക് ഇവിടെ അവസരങ്ങൾ എന്താ പറഞ്ഞാല് ആള് ഇപ്പൊ ഈ സമയത്തൊന്നും ഇപ്പൊ എഡ്രിയും ഡിജോണും ഇവരൊക്കെ കളിക്കുന്ന സമയത്ത് ഒരിക്കലും സ്റ്റാർട്ടിംഗ് ലെവലൊന്നും കിട്ടൂല. അപ്പൊ ആള് കൂടുതൽ ടൈം കിട്ടണമെന്നിട്ട് ആൾ ആഗ്രഹിച്ചു 6 മില്യൺ എന്നാണ് പുറത്തു പോകുന്നത്. അങ്ങനെ 30ഓളം പ്ലേയേഴ്സാണ് ലാമാസിയുടെ പണിപ്പുരിയിൽ പണിതെടുത്ത 30ഓളം പ്ലേയേഴ്സാണ് ചെറിയ പൈസക്ക് ഇപ്പോൾ പോയിട്ട് വേൾഡ് മാർക്കറ്റിൽ ഒരുപാട് മൂല്യമുള്ള പ്ലെയർ ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സിമിയോൺ ഉണ്ട്, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ബാഴ്സലോണ മാനേജ്മെന്റ് കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട്. എന്താ പറഞ്ഞാൽ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നല്ല ഹൈപ്പ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് റിലീഫ് ക്ലോസ് ഒക്കെ ഇട്ടിട്ട് അവരെ രജിസ്റ്റർ ചെയ്യണം. അവരെ അവിടെ ഇത് എഗ്രിമെന്റ് ചെയ്തിരിക്കണം. അപ്പൊ പിന്നെ കൊത്തി കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് ലാഭവും പൈസ കിട്ടുമല്ലോ മാനേജ്മെന്റിന്. അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കേണ്ട കാര്യമുണ്ട്. അതെന്തായാലും ക്ലിയർ ആക്കേണ്ട കാര്യം തന്നെയാണ്. സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയിട്ട് റാഷ്ഫോർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നൊരു ഗോൾ അടിച്ചുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ റാഷ്ഫോർഡ് എന്താണ് കാണിക്കുന്നത്? ഓഫ് ദ ബോളിലൊക്കെ ചങ്ങായി 0 ആണ്. ആ ബോൾ കാലിൽ നിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു അറ്റംപ്റ്റും ഇല്ല, പിന്നെ ബോളും ഇല്ല, അങ്ങനെ നടക്കുക ഗ്രൗണ്ടിൽ. ഒരു വിജയിക്കാനുള്ള ആ ഒരു എലമെന്റ് ഉണ്ടല്ലോ, ആ ഒരു സാധനം അത് ആളുടെ ഇല്ല. കളിക്കാനും ബോൾ കിട്ടി അങ്ങനെ കൊണ്ടുപോകും. ചിലപ്പോൾ അതൊരു അസിസ്റ്റ് കൊടുത്തുനിന്ന് വരും, ചിലപ്പോൾ ഒരു ഗോൾ അടിച്ചെന്ന് വരും. പക്ഷെ ഗ്രൗണ്ടിൽ പണിയെടുക്കൂല. അതിന് നമ്മുടെ റഫീന ആശാൻ തന്നെ വേണം, അതിൽ യാതൊരു സംശയമില്ല. ആളില്ലെങ്കിൽ ബാഴ്സലോണ ഇപ്പൊ പകുതിയേ ഉള്ളൂ. ബാക്കി പകുതി വരണമെങ്കിൽ ആ ചങ്ങായി വരണം. അത് കളിയിൽ മാത്രമല്ല, ആ ഒരു അഗ്രഷനിലും ആ ഒരു ബാറ്റ്സിന് വേണ്ടി കളിക്കുന്ന കാര്യത്തിലൊക്കെ റഫീനയുടെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയാണ്. അതിൽ ഇനിയിപ്പോ ബാഴ്സയിൽ ആ ഒരു പ്ലെയർ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇനീഗോ മാർട്ടിനസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഡിഫൻസിലായിക്കോട്ടെ നോക്കിക്കഴിഞ്ഞാലും ഇവരൊരു സേവ് നടത്തി കഴിഞ്ഞാലും വലിയ ആഹ്ലാദവും പ്രകടനം കാര്യങ്ങളൊന്നുമില്ല. ആ സേവ് നടത്തി അവിടെ നിൽക്കുക, അവരവരുടെ പണിയെടുത്ത് പോകുന്നു. അതിലൊന്നും മാറേണ്ടതുണ്ട്. അപ്പോ ഇതൊക്കെ പറഞ്ഞാലും അതേപോലെ ക്യാൻസലോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ക്യാൻസലോടെയൊക്കെ ഫസ്റ്റ് എന്താ കാട്ടുന്നത് അറിയില്ല, മിസ് പാസുകളും കാര്യങ്ങളൊക്കെയാണ്. അത് തുടക്കത്തിന്റെ ആദ്യ മത്സരത്തിന് ഇതായിരിക്കുന്നു വിചാരിക്കുന്നു. പക്ഷേ ഈ ചങ്ങായിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഡിസിഷൻ എടുക്കാനുള്ള ഒക്കെ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അന്തം കുന്തം ഉണ്ടാക്കി എന്താ ചെയ്യുന്ന ആൾക്കാരറിയില്ല. അറ്റാക്കിങ്ങിൽ കുറച്ചുകൂടെ ഓക്കെയാണ്, പക്ഷേ ഡിഫൻസിൽ ഭയങ്കര ഇതാണ്. അപ്പൊ എന്തായാലും കുണ്ടയെ മാറ്റിയിട്ട് ക്യാൻസലിനെ കൊണ്ടുവന്നതിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇന്നലെ ഒരു 2-3 പ്ലെയറുടെ കാര്യം പിന്നെ എന്തായാലും പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കുകയല്ല. റഫറിയുടെ കാര്യങ്ങൾ കുറെ ആൾക്കാർ പറയുന്നുണ്ട്, അതേപോലെ ഭാഗ്യമില്ലാതൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കാര്യമില്ല. ഫുട്ബോൾ കളിയാണ്, അത് തോൽവിയൊക്കെ ഉണ്ടാവും. ഇടയ്ക്കൊരു തോൽവിയൊക്കെ നല്ലതാണ്. അങ്ങനെ 11 കളി അൺബീറ്റനായിട്ട് വന്ന ബാഴ്സലോണ, അൺബീറ്റൻ അല്ല, 11 കളി തുടർച്ചയായിട്ട് വിജയിച്ചു വന്ന ബാഴ്സലോണ അവസാനം പരാജയപ്പെട്ടിരിക്കുകയാണ് റയൽ സൊസൈഡാഡുമായിട്ട്. അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റ്സിലേക്ക് ഒന്ന് കടന്നാൽ 5 ഷോട്ടുകളാണ് റയൽ സൊസൈഡാഡ് ടാർജറ്റിലേക്ക് എടുത്തില്ല. അതിന് 4 ഓൺ ടാർജറ്റിലേക്ക് ആയപ്പോൾ ബാഴ്സലോണ 23 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. അതിൽ 9 ഓൺ ടാർജറ്റിലേക്ക് ഉള്ളതാണെന്ന് ആലോചിക്കണം. അതിൽ 8 സേവ് ചെയ്തിരിക്കണം അവരുടെ ഗോൾ കീപ്പർ. ചങ്ങയാണ്, റൊമേരോയാണ് മാൻ ഓഫ് ദി മാച്ച് നോക്കിയിരിക്കുന്നത്. സ്പാനിഷ് ഗോൾ കീപ്പറാണ്. അവിടേക്ക് ഇന്നത്തെ ന്യൂസുകൾ വരുന്നുണ്ട്. ബാഴ്സലോണ ചങ്ങായിക്കൊരു ജോൺ ഗാസിക്ക് ഒരു ബാക്കപ്പ് ആയിട്ട് ചങ്ങായി നോക്കുന്നുണ്ട്. 10 മില്യൺ റിലീക്രോസ് ആണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്. ആളുടെ കൂടുതൽ മത്സരങ്ങൾ ഞാൻ കണ്ടിട്ടോ. റയൽ സൊസൈഡാഡിന് വേണ്ടി കിട്ടുന്ന പെർഫോമൻസ്, റയൽ സൊസൈഡാഡിന്റെ കളി കാണുമ്പോൾ ആളുടെ കളി കാണാനുണ്ട്. പക്ഷെ
എന്താണെന്നുള്ളത് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് ആളെക്കുറിച്ച്. പാസുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 215 പാസുകൾ റയൽ സൊസൈഡാഡ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 572 പാസുകളാണ് ബാഴ്സലോണ കംപ്ലീറ്റ് ചെയ്തത്. ഫൗൾസ് 11 കംപ്ലീറ്റ് ചെയ്തപ്പോൾ ബാഴ്സലോണ 8 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പാസിംഗ് അക്യുറസി നോക്കുകയാണെങ്കിൽ 65% റയൽ സൊസൈഡാഡ് ഉണ്ടായത്, 90% ബാഴ്സലോണ ഉണ്ടായിരുന്നു. അതേപോലെ യെല്ലോ കാർഡ് 3-3 കിട്ടിയത്, റെഡ് കാർഡ് റയൽ സൊസൈഡാഡിന് 1 കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 4-3 കോർണേഴ്സ് വിൻ ചെയ്ത് റയൽ സൊസൈഡാഡ് 6 കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ ബാഴ്സലോണ 8 കോർണേഴ്സ് വിൻ ചെയ്തിട്ടുണ്ട്. ഗോൾ കീപ്പർ സേവ് മാത്രം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 8 എണ്ണമാണ് ഗോൾ കീപ്പർ സേവ് ചെയ്തിരിക്കുന്നത്. അതിൽ 5 പോസ്റ്റിൽ തട്ടിയത്. ഒരു കുണ്ടയുടെ ഒരു ബോൾ പോസ്റ്റ് തട്ടിയത്, ഓൽമോടെ 2 ബോളാണ് പോസ്റ്റ് തട്ടിയത്. അത് യമാലിന്റെ ഒരു ബോൾ പോസ്റ്റ് തട്ടിയിട്ടുണ്ട്. അതേപോലെ ലെവൻഡോസ്കി വന്നൊരു കിടിലെ ഹെഡർ ശ്രമിച്ചിട്ട് അത് ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോൾ കീപ്പറുടെ പ്രകടനം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ചങ്ങായിക്ക് മാൻ ഓഫ് മാച്ച് കിട്ടിയത്. അപ്പൊ എന്തായാലും ലാ ലീഗ് ത്രില്ലിങ്ങിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തും സംഭവിക്കാം. ബാഴ്സലോണ ആവോ റയൽ മാഡ്രിഡ് ആയിരിക്കുമെന്ന് ഈ പ്രാവശ്യത്തെ ലാ ലീഗ് ചാമ്പ്യന്മാരാവുമെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.